എഫേസ്യസ് 2:19 എടുത്ത് ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. എഫേസ്യസ് 2:19. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഒന്നിനു വായിച്ചേ. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ഒരേ ഭവനത്തിലെ അംഗങ്ങളാണ്. കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവർ ദൈവഭവനത്തിലെ അംഗങ്ങളാണ്. ഇതാണ് നമ്മുടെ സ്റ്റാറ്റസ്. നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളായതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ്. സ്നേഹത്തിൻ്റെ സാക്ഷികളായതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത്. അവൻ പറഞ്ഞ പോലെ ചെയ്യണ കൊണ്ട് തന്നെയാണ് നമ്മൾ ദൈവത്തിൻ്റെ റിലേറ്റീവ്സ് ആയിരിക്കണത്, ദൈവത്തിൻ്റെ ബന്ധുക്കളായിരിക്കണത്. അതിൻ്റെ പേരിലാണ് നമ്മൾ ആശുപത്രി സന്ദർശിക്കാൻ പോണത്, വീട്ടിലെ. അതിൻ്റെ പേരിലാണ് നമ്മൾ വഴക്ക് തീർത്ത് സമാധാനം ഉണ്ടാക്കാൻ പോണത്. എന്താ കാര്യം? ദൈവത്തിൻ്റെ സമാധാന പാലകർ അനുഗ്രഹീതരാകുന്നു, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. എവിടെയെങ്കിലും സമാധാനം ഉണ്ടാക്കിയാൽ അപ്പോഴും നമ്മൾ ദൈവഭവനത്തിലെ അംഗങ്ങളായി. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ കളയരുത്. എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ ഒരു നാത്തുമാർ തമ്മിൽ ഭിന്നിച്ചിരിക്കുകയാണെന്ന് വിചാരിച്ചോ, അപ്പം നിങ്ങൾ ഉടനെ കുറുക്കനെ പോലെ രണ്ടാൾ തന്നെ ഇപ്പോൾ ഇടിച്ചിട്ട് ചോര കുടിക്കാമെന്ന് പറഞ്ഞ് പോകരുത്. ഏതെങ്കിലും ഒരു നാത്തുവിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്ന ഒപ്പിക്കുന്നത്. അപ്പം തന്നെ നിങ്ങൾ ദുഷ്ടസന്തതിയാണ്, ദൈവത്തിൻ്റെ സന്തതിയല്ല. ഉടമ്പടി അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ അവരെ എങ്ങനെ, നമുക്ക് നേട്ടമൊന്നും ഉണ്ടാകത്തില്ല, പക്ഷേ ദൈവത്തിന് നേട്ടം ഉണ്ടാകും. സാത്താൻ്റെ അവസരം പോകും. അതുകൊണ്ട് ഞാനവരെ എൻ്റെ നേട്ടം നോക്കിയല്ല, ഞാൻ അവരെ ഐക്യപ്പെടുത്ത് ഒന്നിപ്പിക്കും. എന്താ കാര്യം? എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു? സമാധാന പാലകർ, സമാധാനത്തെ പാലിക്കുന്നവർ അനുഗ്രഹീതരാകുന്നു. എന്തുകൊണ്ടാണ് പറഞ്ഞത്? അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. ദൈവത്തിൻ്റെ ബന്ധുക്കളാകാനുള്ള മാർഗമാണ്. ഉടമ്പടിയെ നിങ്ങൾ നീതീകരിച്ചുകൊണ്ടേ ഇരിക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഉടമ്പടി നീതീകരിക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പ്രവർത്തനങ്ങൾ നീതീകരിക്കുക. സ്തുതിക്കട്ടെ. യാക്കോബ് 2:24 മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ ഏറ്റുപറയുക, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. ദാറ്റ് മീൻസ് മനുഷ്യന് ഉടമ്പടി മൂലമാണ് നീതീകരിക്കുന്നത്. കൈയടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. പ്രവർത്തനങ്ങളും ദൈവസ്നേഹത്തോടെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളുടെ ഉടമ്പടിയെ ജസ്റ്റിഫൈ ചെയ്യണത്. ദാറ്റ് മീൻസ് ഉടമ്പടി നീതീകരിക്കുന്നത് രണ്ട് തരത്തിലാണ്. അതായത് ഉടമ്പടി പ്രവർത്തനങ്ങളാൽ നീതീകരിക്കുമ്പോഴാണ് ദൈവം അടയാളങ്ങളിൽ അത് സാധൂകരിക്കുന്നത്. മനസ്സിലായ? നിങ്ങളെ പ്രവർത്തനങ്ങളാൽ ഉടമ്പടിയെ നീതീകരിക്കുന്നു. ദൈവം എന്ത് ചെയ്യും? അടയാളങ്ങളാൽ അത് സ്ഥിരീകരിക്കും. അപ്പോൾ പ്രവർത്തനങ്ങളാൽ നിങ്ങളെ നീതീകരിക്കുമ്പോൾ, ഉടമ്പടിയെ നീതീകരിക്കുമ്പോൾ ദൈവം അടയാളം കൊണ്ട് അതിനെ സാധൂകരിക്കുകയോ അല്ലെങ്കിൽ അടയാളം കൊണ്ട് അതിനെ സ്ഥിരീകരിക്കുകയും ചെയ്യും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് 16:20.
മർക്കോസിന്റെ സുവിശേഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. മർക്കോസ് 16:20. മർക്കോസ് 16:20. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അടയാളമാണ് പ്രശ്നം. ഉടമ്പടിയിൽ 10,000-കണക്കിന് അടയാളം കാണാൻ കാര്യം എന്താണ്? ഉടമ്പടിയെ ദൈവം സ്ഥിരീകരിക്കണത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അടയാളം മിസ്സാക്കി കളയരുത്. നിങ്ങൾ അതായത് ഉടമ്പടി സ്ഥിരീകരിക്കുന്നത് അടയാളം കാണുമ്പോഴാണ്. അതായത് എൻ്റെ മക്കളൊരു കാര്യം ചെയ്യണം. അതായത് സാക്ഷ്യം കേൾക്കുക മാത്രമല്ല, സാക്ഷ്യം ഷെയർ ചെയ്യണം. കാര്യം ആൾക്കാർക്കറിയാമല്ലോ, ആൾക്കാർക്ക് ഈ പ്രയാസങ്ങൾ കൂടുമ്പോഴേ ആൾക്കാർക്ക് എന്തെല്ലാം ഉണ്ടാകും, ഡൗട്ട് ഉണ്ടാകത്തില്ലേ? ഇല്ലേ? പ്രയാസങ്ങളുള്ളവർക്ക് എന്താ ഉണ്ടാകുന്നത്? ദൈവത്തിൽ അവർ സാധാരണ വിശ്വസിച്ച് പോണ ആൾക്കാരാണ്. ജന്മന അങ്ങനെ ജീവിച്ച് കരിക്കസമൊക്കെ കേട്ട് അത് കുർബാനൊക്കെ സ്വീകരിച്ച് വിശ്വാസത്തിൽ വളർന്ന് കുദാശ ജീവിതമൊക്കെ ആയിട്ട് അങ്ങനെ പോണ ആൾക്കാരാണ്. പക്ഷെ അവർക്കൊരു കടം വരുമ്പോൾ, അല്ലെങ്കിൽ മകൻ എന്തെങ്കിലും കഞ്ചാവിൽ പിടിച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ മകൾ ആരുടെങ്കിലും പുറകെ ലൈനടിച്ച് കഴിയുമ്പോൾ അവരുടെ ഐസി അടിച്ച് പോവും. അവരുടനെ ഡൗട്ടായി പോവും. ഞാൻ ഇത്രയും നാളും ദൈവത്തിനല്ല വിളിച്ചത്, എന്നിട്ടിപ്പോൾ എനിക്കിങ്ങനെ സംഭവിച്ചല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, അല്ലേ? അങ്ങനെ ഉള്ളവർക്ക് അവർ സംശയം, അത് അവരുടെ മാത്രം കുഴപ്പമില്ല, അത് ഈ ഭൂമിയിൽ മനുഷ്യന്മാരുടെ സ്വഭാവത്തിലുള്ളതാണ്. ഇപ്പോൾ യോഹന്നാൻ മാന്താന ജയിലിൽ കിടന്ന് മൂട്ട കടിച്ചപ്പോഴല്ലേ ക്രിസ്തുവിനെ വേറെ ആളെ നീ തന്നെയാണോ വേറെ ഉണ്ടാന്നൊക്കെ ചോദിച്ചത്? ഇത് ഈ മനുഷ്യൻ്റെ അവസ്ഥയാണിത്. ആരാണ്? ഇതാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ ആളെ. 1:29 വായിച്ച യോഹന്നാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ. യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോഴേ യേശു അടുത്ത് വരുമ്പോഴാണ് നമ്മൾ യേശുവെ സ്തോത്രം, യേശു ആരാധന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കണത്. പക്ഷേ യേശു അകന്നു പോകുന്ന സമയങ്ങളുണ്ട്. അതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ക്രിസ്തു എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ഒരു ഒരു സ്കീമാണത്. ശരിക്കും നീ ദൈവത്തെ അനുഭവിക്കുന്നതും അനുഭവിക്കാതിരിക്കുന്നതും ക്രിസ്തു എന്ന ഒറ്റ മീഡിയത്തിലാണ്. ഇനി ക്രിസ്തു അകന്നു പോകുന്ന സമയമുണ്ട്. അപ്പോഴാണ് നമുക്ക് ഇരുട്ട് കയറണതും ഡൗട്ട് അടിക്കണതും, നമുക്ക് ജോലി നഷ്ടപ്പെടുന്നത്. നമ്മുടെ ഇങ്ങനെ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ച് ചില ആൾക്കാർ പറഞ്ഞു, എൻ്റെ അച്ഛാ 5, 6ാമത്തെ ആളായിരുന്നു ഞാൻ റാങ്കിലേ, ഞാൻ അതും വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു പരീക്ഷയും ഞാൻ എഴുതിയില്ല. നിന്നോട് ആരെ പറഞ്ഞ് പരീക്ഷ എഴുതാതിരിക്കാൻ? ദൈവം ബുദ്ധി തന്നിട്ടില്ലേ? ദൈവം ബുദ്ധി തന്നിരിക്കണത് എനിക്കിത് മതി, എനിക്കിത് കിട്ടുമെന്നും പറഞ്ഞ് അവൾ PSCയുടെ ഒരു പരീക്ഷ എഴുതിയിട്ടില്ല. എന്താ കാര്യം? 6ാമത്തെ റാങ്കാണ്. 5ാമത്തെ റാങ്കിൽ വെച്ച് റാങ്ക് ലിസ്റ്റ് ക്യാൻസലായിപ്പോയി. പോരെ? അതോടുകൂടി പിന്നെ പ്രാർത്ഥനയും തീർന്ന് ക്രിസ്തു അകന്നു പോകുന്ന അവസ്ഥകൾ ഇത് ജീവിതത്തിലുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, അയ്യോ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മിസ്റ്റേക്ക്. എൻ്റെ പ്രാർത്ഥനയ്ക്കല്ല മിസ്റ്റേക്ക്, നിനക്ക് തന്ന വിവേകം നീ ഉപയോഗിച്ചില്ല. വിവേകമെന്ന് വെച്ചാൽ ഫെയ്ത്ത് ആൻഡ് പ്രൂഡൻസ്. ഫെയ്ത്ത് ഒരു വെർച്യുവാണ്. ഫെയ്ത്ത് ഈസ് എ വെർച്യു. വിശ്വാസം ഒരു പുണ്യമാണ്. പക്ഷേ പ്രൂഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ക്വീൻ ഓഫ് വെർച്യു. അതായത് പ്രൂഡൻസ് എന്ന് പറയുന്നത്, വിവേകം എന്ന് പറയുന്നത് പുണ്യങ്ങളുടെ രാജ്ഞിയാണ്. അതിൻ്റെ അടുത്ത വിശ്വാസത്തൊക്കെ വലുതാണ് വിവേകമെന്ന് പറയണത്. അപ്പം നീ ഇപ്പോൾ റാങ്ക് 6ാം നമ്പർ ഉണ്ടെങ്കിലും 6ാം റാങ്കിൽ കിടക്കുന്നുണ്ടെങ്കിലും നീ എനിക്കിത് മതി എന്നതിൻ്റെ കാര്യമില്ല. ദൈവം ഏതാണ് തരണം നമുക്കറിയത്തില്ല. വി ആർ ലിവിങ് ഇൻ എ കോമ്പറ്റീറ്റീവ് വേൾഡ്. അത്രയും കോമ്പറ്റീഷനാണ് ഉള്ളത്. അതുകൊണ്ട് ആദ്യം നിലനിൽക്കുകയാണ് പ്രശ്നം. അല്ലാതെ ആദ്യമേ കയറി കസേര ഇരിക്കുകയല്ല പ്രശ്നം. ആദ്യം ഒന്ന് നിലനിൽക്കണം നമ്മൾ. അപ്പോൾ ഞാൻ എല്ലാ മക്കളോട് ഇവിടെ പ്രാർത്ഥിക്കാൻ ഇവിടെ വരുന്നതോട് ഞാൻ പറയും, എൻ്റെ മകളെ എങ്ങനെയെങ്കിലും നീ ഭക്ഷണം കഴിക്കാനുള്ള മാർഗ്ഗം കാണിച്ചിടക്ക്. അത് കഴിഞ്ഞ് നീ ഡോക്ടറാകെ വേറെ MDക്ക് പോകുക എന്തെങ്കിലും ചെയ്തോ. അത് ജീവിക്കാൻ നീ ഇപ്പോൾ വയസ്സ് 26 ജീവിക്കാൻ ആദ്യം ഒരു സ്റ്റെപ്പ് എടുക്കുക. അല്ലാതെ നിനക്കിത് എല്ലാം നിനക്ക് സ്റ്റാറ്റസ് അനുസരിച്ച് നിൻ്റെ കൂട്ടുകാർ ഇപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് അത് വെട്ടിപ്പുഴുങ്ങി നിനക്ക് തന്നാൽ മാത്രമേ നീ മുന്നോട്ട് പോകത്തുള്ളൂ, എന്നാൽ മാത്രമേ നിനക്ക് ദൈവമുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് എഗൻസ്റ്റ് പ്രൂഡൻസ്.
ഇറ്റ്സ് അഗൻസ്റ്റ് പ്രൂഡൻസ്. നമ്മൾ ബി പ്രാക്ടിക്കൽ. നമ്മൾ ഈ വിഷയത്തിൽ പ്രാക്ടിക്കലായിരിക്കണം. ദൈവം എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദികളിൽ ഞാൻ സംതൃപ്തനാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ സർക്കസ് 24 കൊല്ലം 50 കൊല്ലം സർക്കസ് കാണിക്കുന്ന ആൾക്കാർ കണ്ടില്ലേ? ഇപ്പോഴല്ലേ ഈ മൃഗങ്ങളുടെ നിയമം വന്നപ്പോഴല്ലേ സർക്കസൊക്കെ കുറച്ച് ഡൗൺ ആയത്. സർക്കസ് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഒറ്റ സർക്കസ് കണ്ടിട്ടുള്ള ആളാണ്, നിങ്ങളും കണ്ടിട്ടുള്ള ആളാണ്. പക്ഷേ 20 കൊല്ലം 30 കൊല്ലമൊക്കെ സർക്കസിലുള്ള ആൾക്കാരും സർക്കസ് കാണിക്കണ വല കെട്ടിയിട്ടാണ്. ഉറപ്പല്ലേ? അല്ലേ? വല കെട്ടാതെ വലിയ സർക്കസ് കാണിക്കുക. അവർ 30 കൊല്ലം അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് സർക്കസിൽ. മുകളിൽ ഇതിലുള്ള ഊഞ്ഞാലാട്ടത്തിലൊക്കെ അവർക്ക് 30 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. പക്ഷേ ഒരു സെക്കൻഡ് മതി കൈവിട്ട് പോകാൻ. പക്ഷെ അപ്പോൾ വല കെട്ടുമോ അവർ? അതുപോലെ വല കെട്ടാതെ ജീവിച്ചൊരു കാര്യമില്ല. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ എല്ലാം പ്രാവിനെ പോലെ ഇങ്ങനെ നിഷ്കളങ്കം പഠിപ്പിച്ചൊക്കെ എന്ത് കാര്യമില്ലെന്നാണ് പറയണത്. നിഷ്കളങ്കതേ ആദ്യം സർപ്പം എന്താണ്? സർപ്പം നമ്മളൊരു ഇപ്പോൾ ഒരു വേലിയുടെ അരികിൽ കൂടി ഒരു പാമ്പ് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേലിയായിട്ടൊരു കല്ലുകൊണ്ട് എറിഞ്ഞാൽ മതി. പാമ്പിനെ കാണാനില്ല. എന്താ കാര്യം? അത് ഇങ്ങനെ 2 നാക്കിട്ട് കളിപ്പിച്ച് എവിടെയെങ്കിലും അപകടം ഉണ്ടായാലും ഒളിക്കാനുള്ള സ്ഥലം നിര നോക്കി വെച്ചുകൊണ്ടാണ് പോണത്. അപകടം ഉണ്ടാകുമെന്നതിന് ഉറപ്പാണ്. പാമ്പിനെ സംബന്ധിച്ചത് അപകടം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇത് മനുഷ്യനാണ്. ഒരു അപകടം ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് അടക്കിയടിക്കും. നാണമില്ലേ? അപകടം ഉണ്ടാകും. അതുകൊണ്ട് പാമ്പിനെ പോലെ ഈശോ ഹല്ലേലൂയ. മത്തായി 10:16 ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. കാപട്യം കാണിക്കണമെന്നാണ് ഈശോ പറയണത്. അതാ നിഷ്കളന്. കാപട്യം കാണിച്ചാൽ എന്താ പറ്റുമെന്നറിയാവോ? കാപട്യം സർട്ടിഫിക്കറ്റ് തിരുത്തുക, ഇല്ലാത്ത എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. ചില ആൾക്കാർ നഴ്സുമാർ വന്നതിൻ്റെ അടുത്ത് കണ്ണീരിട്ട് കർത്താവ് അച്ഛാ നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ കാര്യം? കയ്യിരിക്കണ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റേ കുമ്പനാട് യൂണിവേഴ്സിറ്റിയിൽ, അങ്ങനെ യൂണിവേഴ്സിറ്റി ഇല്ലല്ലോ. അതാണ് പ്രശ്നം. എക്സ്പീരിയൻസിന് പോയിട്ടില്ല, യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കയ്യിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരായത്. കുമ്പനാട് യൂണിവേഴ്സിറ്റിയുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കയ്യിലിരുന്നത്. ഞാൻ ചുമ്മാ ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി കുമ്പനാടുകാരെന്നെ കഴുത വരരുത്. ഒരു ആൾക്കാരെ, അതായത് നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണം. ഈശോ കള്ളത്തരം ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ പറഞ്ഞ ഏറ്റവും വലിയ ഈശോ ഞങ്ങളെ പ്രലോഭനത്തിൽ, അതാണ് പ്രൊട്ടക്ഷൻ വേണമെന്നാണ് പറയണത്. ഞങ്ങളെ അത് സീരിയസ് വിഷയമാണ്. ഇപ്പം നിങ്ങളിപ്പോൾ കേരള സ്റ്റോറി ആയാലും ലവ് ജിഹാദ് ആയാലും വേറെ എന്ത് കേസ് കെട്ടായാലും ഇതെപ്പോഴും നമ്മൾ നോക്കുമ്പോഴേ കർത്താവ് ഇതൊക്കെ വരാതിരിക്കാനുള്ള മാർഗം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ലോകത്തിലാകുമ്പോൾ ഞെരുക്കങ്ങളുണ്ടാകും, പല വിഷയങ്ങളുണ്ടാകും. ചില ആൾക്കാരുടെ പലതരത്തിലുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന ചതിക്കുഴികളുണ്ടാകും. പക്ഷെ നമ്മളോട് ഈശോ പറഞ്ഞത് എന്താണ്? നിങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ പട്ടിക പഠിക്കണ പോലെ പ്രാർത്ഥിച്ച കൊണ്ടാണ് നമുക്ക് അബദ്ധം പറ്റിയത്. മര്യാദക്ക് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. യേശുക്രിസ്തുവിൻ്റെ മുൾക്കിടത്തെ ഓർത്ത് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു, എന്നെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. പ്രലോഭനം ഇല്ലാതെ ജീവിക്കാൻ സാധിക്കണമേ എന്ന് വെച്ചാൽ നിങ്ങളെ പ്രലോഭനം എന്ന് പറയുമ്പോൾ നിങ്ങളുടനെ ശാരീരിക പ്രലോഭനമൊന്നുമല്ല. പണമുണ്ടാക്കാനുള്ള പ്രലോഭനം, സ്ഥാനമുണ്ടാക്കാനുള്ള പ്രതിപക്ഷം, സ്ഥാനം നേടാനുള്ള പ്രതിഫലം, മറ്റുള്ളവരുടെ വസ്തുക്കളും ചേട്ടാനുജന്മാരുടെ വസ്തുക്കൾ അടിച്ചു മാറ്റാനുള്ള പ്രലോഭനം, പെങ്ങന്മാർക്ക് കൊടുക്കാതിരിക്കാനുള്ള പ്രലോഭനം, കല്യാണത്തിന് തന്നെ ഇല്ലാത്ത അധികാരം. ഇപ്പോൾ ചില ആൾക്കാർ യൂറോപ്പിൽ അവിടെ ഇവിടെയൊക്കെ പോയി ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം കഴിക്കും. അവസാനം പുതുക്കം പോയി പെണ്ണ് പ്രഗ്നൻ്റായി കഴിയുമ്പോൾ ജോലിയുമില്ല, വീടുമില്ല, കൂലിയുമില്ല. കള്ളത്തരങ്ങൾ, ഇങ്ങനെ കള്ളത്തരം കാണിക്കാതിരിക്കാനുള്ള ഇത് പ്രലോഭനമാണ്. ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പെണ്ണിനെ വരച്ച് കിട്ടി. ഇപ്പോൾ അവിടെ ഡൈവേഴ്സിന് നടക്കുക. ഈ ഡൈവേഴ്സ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതിന് പിന്നിലെല്ലാം ഈ മനുഷ്യൻ്റെ ഇല്ലായ്മയിൽ മനുഷ്യൻ്റെ പ്രലോഭനങ്ങളുണ്ട്. അങ്ങനെ ഒരു ആൾക്ക് വിശ്വാസിയായി ജീവിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉടായ്പൊന്നും ഇല്ലാതെ തന്നെ മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടായാൽ മതി. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ
ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിലെ അങ്ങയുടെ സാന്നിധ്യത്തിലെ അങ്ങയുടെ കൃപയാൽ അങ്ങയുടെ കൃപയാൽ തെറ്റുകൂടാതെ ജീവിക്കുവാൻ തെറ്റുകൂടാതെ ജീവിക്കുവാൻ നിന്റെ തിരുരക്തത്തിന്റെ സംരക്ഷണം എനിക്കും എന്റെ കുടുംബത്തിനും നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. രക്തക്കോട്ട, തിരുരക്തക്കോട്ട, രക്തക്കോട്ട എനിക്ക് ചുറ്റും പടുത്തുയർത്തണമേ. ശക്തന്മാരാ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലിനായി നൽകിയിടണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ വളരെ സുശക്തമായ ഒരു ഫോർമുല ദൈവനാമത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ബന്ധുക്കളായി നമുക്കറിയാം. അതായത് എപ്പോഴും സ്റ്റാറ്റസ് പറയണം. ഇപ്പം ഞങ്ങളൊക്കെ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ മെത്രാച്ചന്മാർ 5 കൊല്ലം കൂടുമ്പോൾ പള്ളി വരുന്നില്ലേ അല്ലേ? പാസ്റ്റ് വിസിറ്റ് മെത്രാച്ചന്മാർ 5 കൊല്ലം കൂടുമ്പോൾ പള്ളികൾ വരും, ഒപ്പരിഷമ കൊടുക്കും. നിങ്ങൾക്ക് ഒപ്പരിഷമ കൊടുക്കുന്ന കാര്യമല്ലേ അറിയാൻ പാടുള്ളൂ. മെത്രാച്ചന്മാർ 5 കൊല്ലം കഴിയുമ്പോൾ ഒന്ന് ഒപ്പരിഷമ തരുമെന്നല്ലേ അറിയാം. ഞങ്ങളെന്തെല്ലാം പാടുപെടണമെന്നറിയാമോ? കണക്കെല്ലാം കറക്റ്റ് ചെയ്ത് വെക്കണം, ജ്ഞാനസ്ഥാന സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്ത് വെക്കണം, ഒപ്പരിഷമ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്ത് വെക്കണം. പുറത്തുനിന്ന് വന്ന ജ്ഞാനസ്ഥാനങ്ങൾ എത്ര, ഇവിടുന്ന് പോയ ജ്ഞാനസ്ഥാനങ്ങൾ എത്ര ഒരു കത്ത് കൊടുത്തു, 21 കത്തുകൾ, ഇങ്ങനെ 10,000 ഫയലാണ്. ഈ ഫയലും പിന്നെ അതിൻ്റെ ഓഡിറ്റിങ്ങും, ഇൻറ്റേർണൽ ഓഡിറ്റിങ്ങും, എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങും, രൂപത ഓഡിറ്റിങ്ങും, ഗവൺമെൻറ് ഓഡിറ്റിങ്ങും, ഇതിനെല്ലാത്തിൻ്റെ അപ്ഡേഷൻ വെച്ചിട്ട് ഇതെല്ലാം വികാരി ജനറൽ വന്ന് ഒപ്പിട്ടണം. പിന്നെ കാസ എല്ലാം പൂശിയതാണെന്ന് നോക്കും. കാര്യം കർത്താവ് എഴുന്നള്ളി ഒരാളുടെ കാസ വീഞ്ഞെടുത്ത് അതൊക്കെ ക്ലാവ് പിടിച്ചിരിക്കും. അപ്പോൾ അതോടെ വരുമ്പോൾ അതോടെ അച്ഛൻ്റെ പട്ടത്തിനൊരു തീരുമാനം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ അച്ഛൻ എവിടെയെങ്കിലും നിക്ഷേപത്തിൽ നിന്നുള്ള ചെമ്മിന അല്ലെങ്കിൽ സ്വർണ്ണവ വളയൊക്കെ കൊണ്ടുപോയി നിക്ഷേപത്തിൽ ആൾക്കാർ തന്നിരിക്കണ കൊണ്ടുപോയി സ്വർണ്ണക്കടയിൽ കൊടുത്തിട്ട് ഈ കാസ എല്ലാം പൂശിക്കൊണ്ട് നോക്കും. വികാരി ജനറൽ വന്നിട്ട് കാസ തിരിച്ചും മറിച്ചും നോക്കും. എന്താ കാര്യം? ഇത് പൂശിയിട്ടുണ്ടാകുന്നു. എന്താ കാര്യം? പൊന്ന് പൂശിയ കാസ. എന്താ അവിടെ വരാൻ പോണത് ആരാണ്? ഈശോയാണ്. സഭ എന്തുമാത്രം കർക്കശ്യമായിട്ടാണ് കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ സാന്നിധ്യം ഇത്രയും അമൂല്യമായ നിധി സൂക്ഷിക്കണത്. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനിത് പറഞ്ഞത് നിങ്ങൾക്കൊരു അസസ്മെൻ്റ് ഉണ്ടാകണമെന്നുള്ളതാണ്. വെറുതെ ഇങ്ങനെ ജീവിച്ചു പോവുകയല്ല. കർത്താവുമായിട്ട് റിലേഷനിൽ നമ്മൾ ഓക്കെ ആണെന്നറിയണം. ഉടമ്പടി നിങ്ങളെ ഓക്കെ ആക്കും. എന്താ കാര്യം? ഉടമ്പടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവമായിട്ടുള്ള റിലേഷനാണ്. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കരം ഗ്രഹിച്ച് പോകുന്ന രീതിയിലാണ് ആ ഉടമ്പടിയുടെ ഡിസൈൻ ദൈവം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സത്യസന്ധമല്ല. നിങ്ങളത് നിങ്ങളുടെ രീതി കൊണ്ടുവന്ന് ചുരുക്കിയിട്ട് ചുമ്മാ പിച്ചുമ്പേയും പറഞ്ഞ പോലെ ഇരുന്നുകൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി അല്ലെങ്കിൽ അതിന് പകരം കർണക്കൊന്ത ചൊല്ലി കുളമാക്കി എടുക്കരുത്. അങ്ങനെ ചില ആൾക്കാർ ഇരന്ന് പണി മേടിക്കണത്. ഉടമ്പടിയുടെ രീതിയിൽ തന്നെ ഒരു കേവലമായ ക്രിസ്ത്യാനി സാധാരണ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉടമ്പടിയിലുള്ള, എക്സ്ട്രാ ആയിട്ട് ഒന്നുമില്ല. അത് ചെയ്യാൻ നിങ്ങൾക്ക് ദൈവം തന്ന അവസരമാണ്. പക്ഷേ ദൈവാനുഗ്രഹത്താൽ നിങ്ങൾ മാത്രമല്ല, ഇപ്പോഴ് അക്രൈസ്തരായ സഹോദരങ്ങളും മനുഷ്യരെ സ്നേഹിച്ചും രോഗികളെ കാണാൻ പോയും അതുപോലെ തന്നെ ഇല്ലാത്തവരുമായിട്ട് ഉള്ളവർ പങ്കുവെച്ചും അങ്ങനെ വളരെ സ്നേഹത്തിൻ്റെ ഒരു വലിയ സുവിശേഷത്തിൻ്റെ ഒരു സമൂഹം, ഉടമ്പടി സമൂഹം ലോകത്ത് മുഴുവൻ പുളിമാവ് പോലെ പുളിപ്പിച്ചുകൊണ്ട് അങ്ങനെ ദൈവിക മുന്നേറ്റത്തിൻ്റെ കാലഘട്ടമാണ്. കൈയടിച്ച് കർത്താവിനെ പ്രവർത്തനങ്ങൾ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ആത്മനാഥനേശുവേ
സ്നേഹരാജനേശുവേ. എല്ലാവരും എഴുന്നേൽക്കുക, എല്ലാവരും എഴുന്നേൽക്കുക. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കുക. വികാരണ്യത്തിൽ എഴുന്നേലിരിക്കുന്ന ജീവിക്കുന്ന കർത്താവിനെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഉടമ്പടി ആവശ്യങ്ങൾ, ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഉടമ്പടി നിബന്ധനകളെ അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്ത എല്ലാ മക്കളെയും, ഉടമ്പടി എടുത്ത എല്ലാ മക്കളെയും പരിശുദ്ധമ്മേ ദൈവമാതാവേ, പരിശുദ്ധമ്മേ ദൈവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥനായി അമ്മയുടെ മധ്യസ്ഥത്തിനായി ഞങ്ങൾ പുനഃസമർപ്പണം ചെയ്യുന്ന ഞങ്ങൾ പുനഃസമർപ്പണം ചെയ്യുന്നു. കർത്താവേ, കർത്താവേ, ഇന്ന് വേദനപ്പെടുന്നവരെ, ഇന്ന് വേദനപ്പെടുന്നവരെ, ഇന്ന് വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളുള്ളവരെ, ഇന്ന് വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളുള്ളവരെ, ഈ ആഴ്ചയിലെ വ്യത്യസ്തമായ ഉത്തരവാദിത്തമുള്ളവരെ, വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങളുള്ളവരെ, ബാങ്കിൽ പോകുന്നവരെ, പരീക്ഷയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങള്, അതുപോലെ തന്നെ ഓപ്പറേഷന് പോകുന്ന രോഗികള്, സാമ്പത്തിക വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ പോകുന്നവരെ, കോടതി പോകുന്നവരെ, വസ്തു അളക്കുന്നവരെ, പുരപണിയുന്നതിനായ വ്യായാമങ്ങളില് വ്യത്യസ്തമായ വിഷയങ്ങളില് ഏർപ്പെട്ടിരിക്കുന്നവരെ, കർത്താവേ, മക്കളില്ലാത്തവരെ, മക്കൾക്ക് രോഗമായവരെ, ഓട്ടിസം ബാധിച്ചവരെ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളവരെ, ഗർഭിണികള്, ഗർഭസ്ഥമായ കുഞ്ഞുങ്ങൾക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്ന അബോർഷൻ നിശ്ചയിച്ചിരിക്കുന്നവരെ, എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരെ, ഗർഭത്തിൽ അനക്കമില്ലാത്ത കുഞ്ഞുങ്ങള്, ഹാർട്ട് ബീറ്റില്ലാത്ത കുഞ്ഞുങ്ങള്, പരിശുദ്ധമ്മേ ദൈവമാതാവേ, ഇപ്പോൾ ഏറ്റെടുക്കണമേ. PCOD രോഗികള് ഇപ്പോൾ സ്പർശിക്കണമേ. സിസ്റ്റ് രോഗികള്, ശരീരത്തിലെ സിസ്റ്റുള്ളവരെ, ഗർഭാശയത്തിലെ കുട്ടികളിലെ കരളിലുകള്, ആന്തരിക അവയവങ്ങളിലെ സിസ്റ്റുള്ളവരെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്ന മാരക രോഗങ്ങളെ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. മക്കളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത ദുരിതങ്ങളെ സദയം തുടേടേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേടേ സദയം തുടേടേ സുഖമായിടും എൻ്റെ ഉള്ളം. ഉടമ്പടിയിലുള്ള ഓരോ വിഷയങ്ങളെയും നമ്മൾ കൊണ്ടുവരിക. മനസ്സിടിഞ്ഞു പോയ അനേകം മക്കളുണ്ട്, വീട് ജപ്തി ചെയ്തവരുണ്ട്, അവർ ജോലി ചെയ്യുന്ന കെട്ടിടം ജപ്തി ചെയ്തവർ, വ്യവസായശാലകൾ, വ്യാപാരശാലകൾ ജപ്തി ചെയ്തവരുണ്ട്. അതെല്ലാം തിരിച്ചെടുക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിയും. അമ്മയുടെ മാധ്യസ്ഥത്തിന് ഈശോ അത് ചെയ്തു കൊടുക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അത് ഉറുമ്പ് പോലെ നീണ്ടുപോകുന്ന, ഇഴഞ്ഞു പോകുന്ന, വളരെ ഒരു മാറ്റവും ഇല്ലാത്ത, ഒരു മുന്നേറ്റമില്ലാത്ത മരവിച്ചു പോയ വിഷയങ്ങൾ, നിന്നുപോയ വിഷയങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ, യേശു നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. സദയം തുടേടേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വ്യവസായശാലകൾ നടത്തുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വ്യവസായശാല നിന്നുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന,
വീട് വിൽക്കാനോ വസ്തു വിൽക്കാനോ ആഗ്രഹം നടക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കല്യാണം ഒത്തുവരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിദേശ ജോലികളും തീർന്നു പോയവരും, നഷ്ടപ്പെട്ടവരും, നാട്ടിൽ ജോലി ഇല്ലാത്തവരും, പലതരത്തിലുള്ള കുടുംബ കലഹങ്ങളിലും പ്രശ്നങ്ങളിലും കോടതികളിലും കുടുംബ കോടതികളിലും വിവാഹ മോചനങ്ങളിലുമൊക്കെ വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഈ മേഖലയെല്ലാം നിറഞ്ഞു നിൽക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ. ശ്രുതികട്ടെ. ഉടമ്പടി പ്രകാരമുള്ള വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു വരണമേ. മഹത്വം, ആരാധന. എല്ലാ തൊഴിലാളികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സാമ്പത്തികമായ കടങ്ങൾ അകപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മറ്റു തരത്തിലുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവിടെ തൊഴിൽ നിന്ന് പോയവർ, തൊഴിലെടുക്കാൻ പാടില്ലാത്തവർ, അപകടപ്പെട്ട് കിടക്കുന്നവർ, രോഗം വന്ന് തൊഴിൽ നിന്ന് പോയവർ, തൊഴിലിൽ മറ്റുള്ളവർ കൈയടത്തിയിരിക്കുന്നവർ, ജീവിക്കാൻ മാർഗമില്ലാതെ വേദനിച്ച് നട്ടം തിരിഞ്ഞവരിൽ ദൈവികമായ കൃപ ലഭിക്കാൻ വേണ്ടി ശ്രുതിക്കട്ടെ. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിദേശത്ത് ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിസ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിസയുടെ കാലാവധി തീരാൻ പോയിട്ടും ജോലി കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിസിറ്റിന് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ഈ നിമിഷം അവർക്ക് ചൊരിയട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ സാക്ഷ്യം പറയാൻ അവരെ സഹായിക്കട്ടെ. പരിശുദ്ധ ദേവമാതാവ് അവരെ കണ്ണുനീര് ഏറ്റെടുക്കട്ടെ. ശ്രുതിക്കട്ടെ. സദയം ഹൃദയരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കരരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പാൻക്രിയാസ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്പോണ്ടിലോസിസ്റ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്പൈനൽ കോഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, തലയിലെ രക്തം കട്ടുപിടിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വാൽവിൽ ദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വാൽവ് ബ്ലോക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. പ്രൊഫഷണൽ പരീക്ഷ എഴുതിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന, പ്രൊഫഷണൽ എൻട്രൻസ് എഴുതിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ആ റിസൾട്ട് പ്രതീക്ഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നല്ല റിസൾട്ടിന് വേണ്ടി കാത്തിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഇച്ഛാഭംഗം ഉണ്ടാകാതെ അവരൊക്കെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവിടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയാൽ നല്ല റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവിടെ പ്രൊഫഷൻ ക്രമീകരിക്കുവാനും അവരുടെ ഉപരി പഠനങ്ങൾ ക്രമീകരിക്കുവാനും മാതാവിൻ്റെ മധ്യസ്ഥ യേശുനാമത്തിൽ അവർ അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന. ശ്രുതിക്കട്ടെ. സാക്ഷ്യം പറയുവാൻ മക്കളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സദയം തുടേണേ സുഖമായിടും കൈകൾ കൂപ്പി ഭക്തിയോടെ മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ എൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ആരെങ്കിലും ഓർത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വയറ് നിറഞ്ഞവർ, വയറ് മെത്തിപ്പോയവർ, വയറിൽ വെള്ളം നിറയുന്നവർ കരൾ രോഗികളാണ്. അവർ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. മൂക്കിൽ ദശ വളരുന്നവരും മൂക്ക് വിടർന്നു വരുന്നവരും മൂക്ക് അറ്റം വിടർന്നിരിക്കുന്ന അകത്ത് ചുരുങ്ങിയിരിക്കുന്ന ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായി കാണിക്കുന്നതാണ്. അതുപോലെ മുടികൾ കൊഴിഞ്ഞു പോകുന്നവർ, പിരികം വരെ കൊഴിഞ്ഞു പോകുന്നവർ, കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നവരെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് തുടങ്ങിയിട്ടുള്ള വൈരാഗ്യങ്ങൾ, വഴക്കുകൾ ഇപ്പോഴും നീണ്ടു നിൽക്കുന്നവരെ കർത്താവ് സമാധാനത്തേക്ക് വിളിക്കുന്നുണ്ട്. കരടിനും കഴുത്തിന് വേദനയുള്ളവർ, കഴുത്തിന് മുഴയുള്ളവർ, സ്പോണ്ടിലോസിസ് രോഗികളും ക്യാൻസറുകൾ, കഴുത്തിന് ക്യാൻസർ രോഗമുള്ളവർ, അതുപോലെ കഴുത്ത് പൊക്കാൻ പറ്റാത്തവർ, കഴുത്ത് പൊക്കുമ്പോൾ ഞരമ്പ് വരിഞ്ഞു പിടിക്കുന്നവരെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുന്ന സാക്ഷ്യമുണ്ട്. കണ്ണട കൈ അടിച്ച് കർത്താവ് വിട്ടിരിക്കുന്ന അസ്ഥികളെ കർത്താവ്
കാണിക്കുന്നില്ല. കൈയുടെ അസ്ഥിയാണ്, കാലിൻ്റെ അസ്ഥിയാണ്. കൈയുടെ അസ്ഥിയാണ് ഈശോ കാണിക്കുന്നത്. വിട്ടിരിക്കുന്ന അസ്ഥിയാണ്. അസ്ഥിക്കുഴകളിൽ ദ്രവിപ്പുണ്ട്, അസ്ഥിക്കുഴകളിൽ കറുത്ത പാടുകളുണ്ട്. ഈ അസ്ഥിക്കുഴകൾ ഉണ്ടാകുന്ന വേദനകളെയും സന്ധിപ്പുകളെയും ദ്രവിപ്പുകളെയും യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ കൂടിയിട്ട് അസ്ഥികൾ സുഖപ്പെടുന്ന സന്ദേശമുണ്ട്. കൈയിടിച്ച് കർത്താവിനെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയുന്നു. രോഗസൗഖ്യത്തിന് നന്ദി പറയുന്നു. സദയം തുടേണേ സുഖ